ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം ഫലശ്രുതി. സ്വാമി, അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രം ഇത് എഴുതി. അവിടുത്തെ മഹിമാതിശയങ്ങളുടെ ഒരംശം പോലും എഴുതാനോ പറയാനോ ആർക്കാകും? ഈ ഗ്രന്ഥം അവിടുത്തെ സേവിക്കാൻ തന്ന ഒരവസരമാണ്. ഷിർദിസായി ആയിരുന്നപ്പോൾ അവിടുന്ന് അരുളി, എന്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നവനെ ഞാൻ സംരക്ഷിക്കും. എന്നെ സദാ സ്മരിക്കുന്നവൻ എവിടെയാണെങ്കിലും അവന് കാവലായി ഞാനും ഒപ്പമുണ്ടാകും. സത്യസായി സ്വരൂപത്തിൽ അവിടുന്ന് അരുളി, സദാ എന്നെ സ്മരിക്കൂ, എന്നെ മാത്രം. എന്റെ കഥകൾ കേൾക്കൂ, ആനന്ദം അനുഭവിക്കൂ, എന്റെ തത്വത്തെ മനനം ചെയ്യൂ, പ്രാവർത്തികമാക്കൂ. നിന്റെ ജീവിതം ധന്യമാകും. അജ്ഞാത സഖാവായി അരൂപിയായി ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ട്. ശ്രീ സത്യസായി ഭാഗവതം സമ്പൂർണാവതാരത്തിന്റെ ലീലാചരിതമാണ്. അത് ഒരുവനെ നേർവഴിക്ക് നയിക്കും, ജീവിത ക്ലേശങ്ങൾ അകറ്റും. ചോദിക്കാതെ തന്നെ അവന് വേണ്ടതെല്ലാം ഭഗവാൻ നൽകും. കാരണം ഇത് ഭഗവാന്റെ പ്രതിജ്ഞയാണ്. നാമവും രൂപവും ഏതുമായിക്കൊള്ളട്ടെ, ഈശ്വരസ്മരണ മാത്രയിൽ തന്നെ സായിശ്വരൻ തുണക്കെത്തും. ഏതു നാമത്തിലും രൂപത്തിലും സ്മരിച്ചാലും സായിശ്വരൻ സമീപമണയും. കാരണം അവിടുന്ന് സർവദേവതാതീത സ്വരൂപനാണ്. ഭക്തിപൂർവം സായിനാമം ഉരുവിടുന്നിടത്ത് ഒരിക്കലും കലിബാധ ഉണ്ടാകില്ല. സമർപ്പണത്തോടെ വിളിക്കുന്ന ഭക്തന് അവിടുന്ന് പ്രത്യക്ഷാനുഭവങ്ങൾ നൽകി സർവ്വ ഐശ്വര്യങ്ങളും സമാധാനവും നൽകി തന്റെ സാമീപ്യം വെളിപ്പെടുത്തുന്നു. അങ്ങനെ നേരായ വഴിയിൽ അവനെ കർമ്മോത്സുകനാക്കി ജീവിതയാത്രയെ ക്ലേശരഹിതമാക്കുന്നു, കർമ്മബന്ധങ്ങളെ വിടുവിക്കുന്നു. നിത്യവും സായിശ്വരന്റെ പുണ്യചരിതം പാരായണം ചെയ്യുക. അതിനുശേഷം കുറച്ചു നേരം ആ ദിവ്യരൂപം മനക്കണ്ണിൽ കാണുക. പാരായണം ചെയ്തവ സ്മരിക്കുക. അപ്പോഴുണ്ടാകുന്ന ആനന്ദം അനുഭവിച്ചറിയുക. ഈ അമൃതകഥകൾ നുകരുന്ന രോഗിയുടെ രോഗം അകലും. സായിശ്വരന്റെ ദിവ്യലീലകൾ ഭീരുവിനെ ധീരനാക്കും, പാപിയെ പുണ്യവാനാക്കും, ഭക്തനെ ജ്ഞാനിയാക്കും, ജ്ഞാനിയെ ഭക്തനാക്കും, അവസാനം കൈവല്യപ്രാപ്തി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. വ്രതാനുഷ്ഠാനത്തോടെ 7 ദിവസം കൊണ്ട് ഈ ഗ്രന്ഥം പാരായണം ചെയ്തു തീർക്കാം. നിരന്തരമായ സായി സ്മരണ എന്തു തന്നെ നേടിത്തരില്ല? സായിശ്വരൻ തന്നെ അരുളിയിരിക്കുന്നു, എന്നെ സദാ സ്മരിക്കുന്നവരെ എനിക്ക് എങ്ങനെ മറക്കാനാകും? ഞാൻ എപ്പോഴും അവർക്കൊപ്പമാണ്. ഈശ്വരാനുഗ്രഹത്തിന്റെ ലക്ഷണം എന്ത്? സമ്പത്തോ പദവിയോ സുഖസമൃദ്ധിയോ അല്ല. ഭഗവത് സ്മരണയും തിരുനാമ ജപവും ഒരുവന് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അവൻ ഈശ്വര കൃപയിലാണ്. ഈശ്വരാനുഗ്രഹത്തിന്റെ വ്യക്തമായ ലക്ഷണം അതാണ്. ഈശ്വര സ്മരണയ്ക്ക് വിമുഖത തോന്നുന്നുണ്ടോ? അതാണ് കാലക്കേടിന്റെ പ്രത്യേക ലക്ഷണം. സദാ സായി ചിന്തയിലും സേവയിലും ജീവിതം ധന്യമാക്കാൻ സായിശ്വരൻ തന്നെ നമ്മെ തുണയ്ക്കട്ടെ. ചരണനുത ജനഭരണ തവ കഥകളിൽന്നു ഞാൻ ചെറ്റു പിഴച്ചുര ചെയ്തുവെന്നിടിലും തവ മനസ്സി സകലമതു കൃപയൊടു പൊറുത്തുമാം തൊൽഭക്തനാകാൻ അനുഗ്രഹിച്ചിടണേ. തവ കഥയിൽ മമരതിയും അഖില ജനനത്തിനും തൊൽഭക്ത സംഘവും ഉണ്ടായി വരേണമേ. ഓം തത്സത്ത്.